എടാ അപ്പോൾ നമ്മുടെ SLC ഇംഗ്ലീഷ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് നമ്മളടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിനകത്ത് അപ്പം നമ്മുടെ മെഡിക്കൽ ഫീൽഡുണ്ട്. അപ്പം അതിൽ ഓരോ എന്താ പറയുക ഡിപ്പാർട്ട്മെൻറ്റിലും ഓക്കെ, അല്ലെങ്കിൽ ഓരോ സെഷനും കൈകാര്യം ചെയ്യുന്ന ഡോക്ടേഴ്സിനെ നമ്മൾ എന്ത് പേര് പറഞ്ഞാൽ വിളിക്കാറുള്ളത്? ഇപ്പം കണ്ണിൻ്റെ ചികിത്സിക്കുന്ന ആൾ, ഹാർട്ടിനെ ചികിത്സിക്കുന്ന ആൾ, ഓക്കെ, അപ്പം ഇനി പല്ലിന് ചികിത്സിക്കുന്ന ആൾ, അപ്പം ഇതൊക്കെ നമ്മൾ എന്ത് പേരാണ് പറയുക? ഇതിനൊക്കെ വൺ വേർഡ് എന്താ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചു വച്ചേക്കേണ്ടതാണ്. അപ്പോൾ നോർമലി ഒരു മെഡിക്കൽ ഡോക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിസിഷ്യൻ. ഓക്കെ, ഇനി സർജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എന്ത് ചെയ്യുന്ന ആളാണ്? ഓപ്പറേഷൻസ് നടത്തുന്ന വ്യക്തിയാണ് നമ്മൾ സർജൻ എന്ന് വിളിക്കുക. ഓക്കെ, ഇനി കുഞ്ഞുങ്ങളെ നോക്കുന്ന ആൾ, ഓക്കെ, ഡോക്ടർ ഫോർ ചിൽഡ്രൻ, കുഞ്ഞുങ്ങൾ നോക്കുന്ന ആൾ നമ്മൾ എന്തെന്ന് വിളിക്കും? പീഡിയാട്രിഷ്യൻ എന്ന് വിളിക്കും. ഇനി ഹാർട്ടിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആണെങ്കിലോ പുള്ളി വിളിക്കുന്ന പേരാണ് നമ്മൾ കാർഡിയോളജിസ്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി സ്കിന്നിനെ ട്രീറ്റ് ചെയ്യുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് ഡെർമറ്റോളജിസ്റ്റ്. ഓക്കെ, ഇനി ബ്രെയിൻ, നെർവസ് സിസ്റ്റം ഇതിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ആൾ നമ്മൾ എന്തെന്ന് വിളിക്കും? ന്യൂറോളജിസ്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യുന്ന ആൾ, ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓങ്കോളജിസ്റ്റ്. ഓക്കെ, ഇനി അടുത്ത് വിമൻ ഹെൽത്ത്, ഓക്കെ, ഇനി ഡെലിവറി, ഓക്കെ, അപ്പം ഇതൊക്കെ നോക്കുന്ന ആളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗൈനക്കോളജിസ്റ്റ്. ഓക്കെ, ഇനി അടുത്ത് മെൻ്റൽ ഹെൽത്ത്, ഓക്കെ, അത് നോക്കുന്ന ആളിനെ നമ്മൾ എന്ത് വിളിക്കും? സൈക്യാട്രിസ്റ്റ്. ഇനി അടുത്ത് നമ്മുടെ പല്ലിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ആൾ എന്താ പറയും? നമ്മൾ ഡെൻറ്റിസ്റ്റ് എന്ന് പറയും. ഇനി മെഡിസിനൊക്കെ കൊടുക്കുന്ന ആളിനെ നമ്മൾ എന്താ വിളിക്കുക? ഫാർമസിസ്റ്റ്. നമുക്ക് മരുന്നൊക്കെ തരുന്ന ആൾ, മെഡിക്കൽ സ്റ്റോറിൽ പോകുമ്പോൾ മരുന്ന് തരുന്ന ആൾ നമ്മൾ എന്താ പറയുക? ഫാർമസിസ്റ്റ്. ഓക്കെ, ഇനി പേഷ്യൻസിൻ്റെ ഹെൽത്ത് കെയർ ഒക്കെ നോക്കുന്ന ആൾ, ഓക്കെ, അല്ലെങ്കിൽ പേഷ്യൻസിന് പരിചരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ എന്താ വിളിക്കുക? നഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ എക്സ്റേ, സ്കാന് ഇതൊക്കെ നോക്കുന്ന ആളിനെ നമ്മൾ എന്ത് വിളിക്കും? റേഡിയോളജിസ്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ അതൊക്കെ എക്സാമിൻ ചെയ്യുന്ന വ്യക്തിയെ, ഡോക്ടറിനെ നമ്മൾ എന്ത് വിളിക്കും? റേഡിയോളജിസ്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി അടുത്ത് അനസ്തേഷ്യ. ഓക്കെ, ഇപ്പം നമ്മുടെ സർജറിക്ക് മുന്നേ മയക്കാനായിട്ട് നമ്മൾ എന്ത് തരാറുണ്ട്? അനസ്തേഷ്യ തരാറുണ്ട്. അപ്പം അനസ്തേഷ്യ തരുന്ന ആളിനെ, ഡോക്ടറിനെ നമ്മൾ എന്താ വിളിക്കുക? അനസ്തേഷ്യോളജിസ്റ്റ് എന്ന് എന്ത് ചെയ്യും? വിളിക്കും. ഓക്കെ, ഇനി നമ്മുടെ കണ്ണിനെ നോക്കുന്ന ആളിനെ എന്ത് വിളിക്കും? ഓക്കെ, ഒപ്താൽമോളജിസ്റ്റ് എന്ന് എന്ത് ചെയ്യും? വിളിക്കും. ഓക്കെ, അപ്പം ഇത്രയും എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചു വച്ചേക്കുക.